വിളക്കിൻ നടുവിൽ ശോഭപൂർണനാ മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണും യേശുവേ. ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനായി മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണും യേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആരാധന ആരാധന ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആരാധന ആരാധന ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന ഈശോ യേശുവേ ആരാധന 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 ആരാധന. യേശുവേ അങ്ങയുടെ മക്കൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. യേശുവേ അങ്ങയുടെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദിവ്യകാരുണ്യമേ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. യേശുവേ ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ആരാധന ആരാധന ആരാധന. വെളിപാടിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ തന്നെ നമുക്ക് കാണാം. സ്നേഹമുള്ള മകനെ മകളെ, യോഹന്നാന് ലഭിച്ച ദർശനമാണത്. എന്നോട് സംസാരിച്ചൊരു സ്വരം ശ്രദ്ധിക്കുവാനായി തിരിഞ്ഞു നോക്കിയപ്പോൾ സ്വർണനിർമ്മിതമായ 7 ദീപപീഠങ്ങൾ ഞാൻ കണ്ടു. ദീപപീഠങ്ങളുടെ മധ്യേ മനുഷ്യപുത്രനെ പോലുള്ള ഒരുവൻ, അവൻ്റെ പാദം വരെ നീണ്ടു കിടക്കുന്ന മേലങ്കി, മാറോടെടുത്ത് സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച, അവൻ്റെ ശിരസ്സും മുടിയുമാകട്ടെ വെൺമഞ്ഞ് പോലെയും വെൺകമ്പിളി പോലെയും ധവളം,
നയനങ്ങൾ തീജ്വാല പോലെ, പാദങ്ങൾ ചൂളയിൽ ഉരുകിയ പിച്ചള പോലെ, സ്വരം പെരുവെള്ളത്തിൻ്റേതുപോലെയും. അവൻ്റെ വലത്ത് കൈയിൽ 7 നക്ഷത്രങ്ങളും വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മൂർച്ചയുള്ള ഇരുവായ്ത്തല വാൾ, വദനം പൂർണ്ണം ശക്തിയോടെ പ്രകാശിക്കുന്ന സൂര്യനെ പോലെ. സ്നേഹമുള്ള മകനെ, മകളെ, ഈ ദിവ്യകാരുണ്യത്തിൽ അന്ന് യോഹന്നാൻ ശ്ലീഹ കണ്ട അതേ തമ്പുരാനാണ് 7 ദീപപീഠങ്ങൾക്ക് മധ്യ എഴുന്നള്ളിയിരിക്കുന്ന തമ്പുരാൻ. നമുക്കൊരിക്കൽ കൂടി തമ്പുരാനെ കരങ്ങൾ കൂപ്പി ആരാധിക്കാം. ആദ്യനും അന്ത്യനുമായവനെ, യോഹന്നാന് വെളിപാടിലൂടെ ദർശനം നൽകിയവനെ, ഇന്ന് പരിശുദ്ധ കുർബാനയിൽ ഞങ്ങളോടൊപ്പം വസിക്കുന്നവനെ, ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുകയാണ്. അങ്ങയുടെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കൊന്ന് ചേർന്ന് പാടാം. ആദ്യനും അന്ത്യനുമായവനെ, ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. കരങ്ങളുയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ കന്യകാമറിയവും ഔസേപ്പ് പിതാവും ദേവദൂത ഗണവും എല്ലാം സ്നേഹമുള്ള മകനെ, മകളെ, ഈ അൾത്താരയിൽ നമ്മോടൊപ്പമുണ്ട്. ദിവ്യകാരുണ്യനാഥനെ കരങ്ങൾ കൂപ്പി താണ് വണങ്ങുന്നുണ്ട്. ഈ ഒരു ദൈവിക സാന്നിധ്യത്തിലാണല്ലോ നമ്മളെല്ലാവരും. നമ്മുടെ മരിച്ചുപോയ എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഈ ദിവ്യകാരുണ്യനാഥൻ്റെ ചങ്കോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, ഈ വചന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ദിവ്യകാരുണ്യനാഥൻ സംസാരിക്കട്ടെ. ഇതിൻ്റെ ആദ്യന്തം ഭക്തിയോട് പങ്കെടുക്കുവാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നിങ്ങളെല്ലാവരും ഒന്ന് കരങ്ങൾ കൂപ്പി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? എഫെസോസ് 6:19 അഭിഷേകം, വലിയ അഭിഷേകം ലഭിക്കുവാൻ വേണ്ടി, വാതുറക്കുമ്പോൾ വചനം ലഭിക്കുവാനും സുവിശേഷത്തിൻ്റെ പൊരുളുകൾ അവ നിർഭയം സന്തോഷത്തോടെ പ്രഘോഷിക്കുവാനുമുള്ള ദൈവിക വരപ്രസാദം, ആത്മാവിൻ്റെ നിറവ് എനിക്ക് ലഭിക്കുവാനും, വചനം ശ്രവിക്കുമ്പോൾ അതിൻ്റെ അഭിഷേകം, അതിൻ്റെ അർത്ഥമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുവാനുള്ള വലിയ കൃപയാൽ നിങ്ങളെല്ലാവരും നിറയുവാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഔസേപിതാവിൻ്റെ കരങ്ങളിലൂടെ ഈശോയുടെ മടിത്തട്ടിലേക്ക് നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നന്മരണത്തിന്റെ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹമുള്ള ദൈവമക്കളെ, കഴിഞ്ഞ 3 ദിവസങ്ങളിൽ നാം ദൈവസ്നേഹത്തെക്കുറിച്ച്, എന്തിനാണ് നമ്മുടെ ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്, നമ്മളെ ഉണർത്തിയിരിക്കുന്നത്, നമ്മളെ ഇന്നും ജീവിക്കാൻ അനുവദിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു. നല്ല മരണം ലഭിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ മരണശേഷം എന്തെല്ലാമുണ്ട്, ശുദ്ധീകരണ സ്ഥലമുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ നോക്കി പോവുകയുണ്ടായി. സ്നേഹമുള്ളവരെ, നമ്മൾ വിശ്വസിക്കുക, ഈ നിമിഷം നമ്മോട് സംസാരിക്കുന്നത് ഈശോ തന്നെയാണ്. ഈശോയുടെ സന്നിധാനത്തിൽ നമുക്ക് നമ്മുടെ ഹൃദയം തുറക്കാം. നമ്മുടെ ഹൃദയം തുറന്ന്, കർത്താവ് ഇന്ന് എന്നോട് സംസാരിക്കുന്നത് എന്താണോ അത് ഗ്രഹിക്കുവാനുള്ള ആ കഴിവ് എനിക്ക് നൽകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്ന വിഷയം എന്താണ് ശുദ്ധീകരണ സ്ഥലം. അതിനോട് ചേർത്ത് വെച്ച് വളരെ ആഴത്തിലുള്ളൊരു വിഷയമാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ, എനിക്ക് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമോ? ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ, എനിക്ക് എന്തെങ്കിലും ചെയ്യാനായി കഴിയുമോ? സ്നേഹമുള്ളവരെ,
ശുദ്ധീകരണ സ്ഥലം കത്തോലിക്ക സഭയുടെ കണ്ടുപിടുത്തമല്ല എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിക്കുകയുണ്ടായി. ദൈവത്തിന് ആരെയും നശിപ്പിക്കാൻ ആഗ്രഹമില്ല. നമുക്കറിയാം, ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം. മരണത്തിന് ശേഷം നമുക്ക് 3 സാധ്യതകളാണുള്ളത്. ഒന്നുകിൽ സ്വർഗം, ഒന്നുകിൽ നരകം, അല്ലെങ്കിൽ സ്വർഗം കാക്ഷിച്ചുള്ള ശുദ്ധീകരണ സ്ഥലം നമ്മൾ കാണുകയുണ്ടായി. അതിന് വചനത്തിൽ തക്കതായ പരാമർശങ്ങളുണ്ട്, നമ്മൾ പഠിക്കുകയുണ്ടായി. എങ്കിലും ഈ വചന ശുശ്രൂഷയുടെ ആരംഭത്തിൽ ഒന്നുകൂടെ നമ്മുടെ ശ്രദ്ധ നാം ചിന്തിച്ചു പോയ വിഷയങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയാണ്. സ്നേഹമുള്ളവരെ, യേശുക്രിസ്തു എല്ലാവരുടെയും ശുദ്ധീകരണം ആഗ്രഹിക്കുന്നുണ്ട്. ശുദ്ധീകരണ സ്ഥലം ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്താണ്? ഈശോയുടെ മനുഷ്യാവതാരം. ഈശോ എന്തിനു വേണ്ടിയാണ് മനുഷ്യനായി അവതരിച്ചത്? പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടി. പാപമുള്ളവർക്ക് സ്വർഗത്തിൽ സ്ഥാനമില്ല. ആദിമാതാപിതാക്കന്മാരായ ആദവും ഹവ്വായും പറുദീസ നഷ്ടപ്പെടുത്തിയത് പാപം മൂലമാണ്. ആ പാപത്തെ കഴുകി വിശുദ്ധീകരിക്കാതെ വീണ്ടും ഒരു പറുദീസ മനുഷ്യനില്ല. അതിനുവേണ്ടി ദൈവം പ്രവാചകന്മാരെ അയച്ചു, രാജാക്കന്മാരെ അയച്ചു, അതുപോലെ തന്നെ ന്യായാധിപന്മാരൊക്കെ അയച്ചു. പക്ഷെ അവസാനം ദൈവം കണ്ട ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ ഉപാധി എന്ന് പറയുന്നത് തൻ്റെ ഏകൈക കുമാരനെ നൽകുക, ബലിയായി നൽകുക. അതിനുവേണ്ടി തൻ്റെ പുത്രനെ, സ്വപുത്രനായ ഈശോയെ ദൈവപിതാവ് ഭൂമിയിലേക്ക് അയച്ചു. രക്ഷാകര പ്രവൃത്തിയാണത്, ശുദ്ധീകരണത്തിൻ്റെ പ്രവൃത്തിയാണത്. അതുകൊണ്ട് തന്നെ ഈശോ അനേകായിരങ്ങളെ സുഖപ്പെടുത്തിയപ്പോൾ സുഖമാകുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അതിനുശേഷം ഈശോ പിശാചുക്കളെ ആട്ടിപ്പായിക്കുന്നു, നിനക്ക് ശുദ്ധി വരട്ടെ എന്ന് പറയുന്നു. അപ്പോൾ ഒരു ശുദ്ധീകരണ രക്ഷാകര പ്രക്രിയയാണ് ഈശോ ഈ ഭൂമിയിൽ ചെയ്തത്. അപ്പം അതിനുശേഷം നമ്മൾ സ്വർഗത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, നിത്യത കൈവരിക്കണമെന്നുണ്ടെങ്കിൽ ശുദ്ധീകരണം ആവശ്യമാണ്. പാപികളുടെ ശുദ്ധീകരണം ആവശ്യമുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്, സ്നേഹമുള്ള ദൈവമക്കളെ, ശുദ്ധീകരണ സ്ഥലം, ശുദ്ധീകരണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധനായ ജോൺ ബോൾ രണ്ടാമൻ പാപ്പ ഇപ്രകാരം പഠിപ്പിക്കുകയാണ്. എന്താണ് ശുദ്ധീകരണ സ്ഥലം എന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പാപ്പ പറഞ്ഞത് പ്രകാരമാണ്: ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് നമ്മളുടെ ചുറ്റുവട്ടത്ത് കാണുന്ന 5 ഏക്കർ ഭൂമിയോ 10 ഏക്കർ ഭൂമിയോ അല്ലെങ്കിൽ ഒരു മൈതാനമോ അല്ല. ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് ആത്മാവ് സ്വർഗത്തിലേക്ക് കടന്നു പോകുവാൻ അത് വെയിറ്റ് ചെയ്യുന്ന, അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് പറയണേ. അതൊരവസ്ഥയാണ്. അതുകൊണ്ട് സ്നേഹമുള്ള ദൈവമക്കളെ, ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ അടുത്തായിരിക്കാം. ഇത് എൻ്റെ അടുത്ത് തന്നെയായിരിക്കാം ഒരു ആത്മാവ്, ശുദ്ധീകരണത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ അടുത്തുണ്ടാവും. കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയൊരു വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ അടുത്തുണ്ടാവും. ഇത് എവിടെയാണ് ഈ സ്പേസ് എന്ന് നമുക്ക് ആർക്കും അറിയില്ല. അത് കർത്താവ് ഇഷ്ടപ്പെടുന്ന ഒരു സ്പേസാണത്. അതുകൊണ്ടല്ലേ മരിച്ചുപോയൊരു ചിലപ്പോൾ നമ്മുടെ ചാരയുണ്ടാകും, നമ്മുടെ പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ട്. അതുകൊണ്ടാണ് കത്തോലിക്ക തിരുസഭ ഇപ്രകാരം പഠിപ്പിക്കുന്നത്, മതബോധന ഗ്രന്ഥത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ 1030-31 ഖണ്ഡുകളിൽ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന പ്രകാരമാണ്: ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെട്ടവരല്ല, എങ്കിലും നിത്യരക്ഷ ഉറപ്പ് നേടിയവരാണ്. ഇപ്പോൾ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല, എന്നാൽ നിത്യരക്ഷ ഉറപ്പ് നേടിയവരാണ്. ഈ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ശുദ്ധീകരണത്തെയാണ് സഭ ശുദ്ധീകരണ സ്ഥലം അഥവാ പർഗറ്ററി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവമക്കളെ, ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് ഒരു പ്രത്യാശയുടെ കവാടമാണ്. നമ്മളിൽ നിന്ന് വേർപെട്ടു പോയി ആരെങ്കിലും ഒക്കെ ശുദ്ധീകരണ സ്ഥലത്തുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു പ്രത്യാശയുടെ കവാടമാണ്, പ്രതീക്ഷയുടെ സ്ഥലമാണ്. അലക്സാണ്ട്രിയയിലെ വിശുദ്ധ ക്ലെമന്റ് ഇപ്രകാരം പറയുന്നുണ്ട്: ശുദ്ധീകരണ സ്ഥലത്തിലെ യാതനയിലേക്ക് ദൈവം ഒരാളെ പറഞ്ഞയക്കുന്നത് ആ വ്യക്തിയുടെ ആത്മാവിൻ്റെ രക്ഷ മുന്നിൽ കണ്ടുകൊണ്ടാണ്. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം 28-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. ഈശോ പഠിപ്പിക്കുകയാണ്: ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട, മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിന് ഇരയാക്കാൻ കഴിയുന്നവനെ നിങ്ങൾ ഭയപ്പെടുവിൻ. വചനം ഒന്നുകൂടെ വായിക്കണം, ശ്രദ്ധിച്ചു കേട്ടോണം. ഇത് ഈ തീമുമായി, നമ്മുടെ ആശയവുമായി ഒത്തുപോകുന്ന ഒരു വചനമാണ്. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവനെ നിങ്ങൾ ഭയപ്പെടേണ്ട. അതാരാണ്? ശരീരത്തിനെ കൊല്ലുന്നത് ആരാണ്? പ്രാണനെടുക്കുന്നത് ആരാണ്? ദൈവമാണ്.
ആത്മാവിനെ നശിപ്പിക്കാത്തത് ആരാണ്? ദൈവമാണ്. അപ്പോൾ ദൈവത്തെ നീ ഭയപ്പെടേണ്ട, മറിച്ച് ദൈവത്തെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ കണ്ടു ദൈവത്തെ സ്നേഹിക്കണമെന്ന്. മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിന് ഇരയാക്കാൻ. നരകത്തിൻ്റെ അധിപതി ആരാണ്? നരകത്തിൻ്റെ അധിപതി പിശാചാണ്. നരകത്തിന് ഇരയാക്കാൻ കഴിവുള്ളവനെ നിങ്ങൾ ഭയപ്പെടണം. അത് നരകത്തിൻ്റെ അധിപതിയെ നീ ഭയപ്പെടണം. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കണ്ടു, കായേനോട് പറയുന്നത് പാപം നിൻ്റെ പടിവാതിൽക്കൽ കിടപ്പുണ്ട്, അവനെ നീ സൂക്ഷിക്കണം എന്ന് ഈശോ പറയണം. അപ്പോൾ നരകത്തിൻ്റെ അധിപൻ പിശാചാണ്. അപ്പോൾ ദൈവത്തിന് ഈശോയുടെ ആഗ്രഹം എന്ന് പറയുന്നത് എല്ലാവരുടെയും രക്ഷയാണ്. ആ രക്ഷയ്ക്ക് വേണ്ടിയാണ് മനുഷ്യപുത്രൻ അവതരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് സ്നേഹമുള്ള ദൈവമക്കളെ, സഭാപിതാവായ ഒറിജൻ ഇപ്രകാരം പറയുന്നുണ്ട്, ദൈവത്തോളം പരിശുദ്ധി ആർക്കും ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ മരണശേഷം ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ ഈ ശുദ്ധീകരണ പ്രക്രിയയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം, മനസ്സിലാക്കണം. ഇനി ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ സ്നേഹമുള്ള ദൈവമക്കളെ, നമുക്കറിയാം ശുദ്ധീകരണ സ്ഥലമുണ്ട്, നമ്മളത് വിശ്വസിക്കുക. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേദനയുണ്ടോ? ആ ആത്മാക്കളുടെ ഏറ്റവും വലിയ നൊമ്പരം എന്താണ്? ഇതേക്കുറിച്ച് ചിന്തിച്ചപ്പോൾ സ്നേഹമുള്ള ദൈവമക്കളെ, ഇതേക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നത് വിശുദ്ധ ഫൗസ്റ്റീനയാണ്. വിശുദ്ധ ഫൗസ്റ്റീന നമുക്കറിയാം കരുണയുടെ പുണ്യവതി എന്നാണ് അറിയപ്പെടുന്നത്. വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് ഒരു ദിവസം കാവൽമാലാക പ്രത്യക്ഷപ്പെട്ടു. ഫൗസ്റ്റീനയുടെ കാവൽമാലാക പ്രത്യക്ഷപ്പെട്ട് ഈ കാവൽമാലാക ഫൗസ്റ്റീനയെ ഈ ശുദ്ധീകരണ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ അഗ്നിയുണ്ട്, ചുറ്റിനും പുകയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ അഗ്നി കൊണ്ട് ഫൗസ്റ്റീനയ്ക്ക് പൊള്ളലൊന്നും ഏറ്റില്ല. എന്നിട്ട് അവിടെ എല്ലാവരും കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുന്നതായിട്ട് കണ്ടു. പക്ഷേ ഏറ്റവും നൊമ്പരപ്പെടുത്തുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ പ്രാർത്ഥനയൊന്നും സ്വർഗത്തിലേക്ക് ഉയരുന്നില്ല. ഈ പ്രാർത്ഥന ആരും കേൾക്കാനായിട്ട് ആരുമില്ല. അപ്പം അങ്ങനെ ഒരു വല്ലാത്ത ദുഃഖമാണ്. അപ്പോൾ വിശുദ്ധ ഫൗസ്റ്റീന അവരോട് ചോദിച്ചു, നിങ്ങളുടെ ഏറ്റവും വലിയ നൊമ്പരം എന്താണ്? അപ്പം ആത്മാക്കളെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ദൈവത്തോടൊപ്പമുള്ള നിത്യമായ ജീവിതത്തെക്കുറിച്ചുള്ള അടങ്ങാത്ത ആഗ്രഹവും സ്വപ്നവും അത് സാധ്യമാക്കാത്തതിലുള്ള നൊമ്പരവുമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സഹനം. ആലോചിച്ച് നോക്കിയേ, ദൈവത്തെ കാണണമെന്ന്, ദൈവത്തോടൊപ്പം ആയിരിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, പക്ഷെ അത് സാധ്യമാകുന്നില്ലല്ലോ. ഇതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സഹനമെന്ന് വിശുദ്ധ ഫൗസ്റ്റീനോട് പറയുക. സ്നേഹമുള്ളവരെ, ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? ആത്മാക്കൾ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ സ്വർഗത്തിലേക്ക് പോകുവാൻ, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി അവർക്ക് ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കില്ല. അവർ അവിടെ പ്രാർത്ഥിച്ചാലും അവർക്ക് ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ പിന്നെ ഇതിന് പിന്നെ ആർക്കാണ് ചെയ്യാനായിട്ട് സാധിക്കുക? അതിനുള്ള ഉത്തരം നൽകുന്നത് വിശുദ്ധനായ സഭാപിതാവായ ജോൺ ക്രിസോസ്റ്റമാണ്. ജോൺ ക്രിസോസ്റ്റം ഇപ്രകാരം പറയുന്നുണ്ട്, മരണം മൂലം വേർപിരിഞ്ഞു പോയ ആത്മാക്കളെ രക്ഷിക്കുക എന്നത് ജീവിച്ചിരിക്കുന്നവരുടെ കടമയാണ്. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ട് സ്വർഗത്തിലെത്തിയില്ല എന്നുണ്ടെങ്കിൽ മരണശേഷം അത് അവരുടെ കടമയല്ല, നമ്മുടെ കടമയാണ്. ജീവിച്ചിരിക്കുന്നവരുടെ കടമയാണ് അവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കണം. പ്രഭാഷകൻ 7:33 വചനം പറയുന്നു, ജീവിച്ചിരിക്കുന്നവർക്ക് ഉദാരമായി നൽകുക, മരിച്ചവരോടുള്ള കടമ നിങ്ങൾ നിറവേറ്റണം. അപ്പോൾ മരിച്ചവരുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് കഴിയും? അല്ല, നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ? സ്നേഹമുള്ള ദൈവമക്കളെ, സഭാ പഠനങ്ങളിലൂടെയും പാരമ്പര്യങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ 14 കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയും. നമ്മുടെ കുടുംബത്തിൽ മരിച്ചുപോയവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ നവംബർ മാസമൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ 14 കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരിക്കുക. പേനയും പേപ്പറിലും അത് എഴുതിയെടുത്ത് സൂക്ഷിക്കുക. നിങ്ങൾക്ക് വലിയൊരു മുതൽക്കൂട്ടാകും. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, സ്നേഹമുള്ള ദൈവമക്കളെ, കത്തോലിക്ക തിരുസഭയിൽ നടന്ന പ്രധാനപ്പെട്ട 2 സൂനകദോസുകൾ, ത്രന്തോസ് സൂനകദോസും 2-ാം വത്തിക്കാൻ സൂനകദോസും പഠിപ്പിക്കുന്നത്, മരണം മൂലം വേർപെട്ടു പോയവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരു സഭാ പൈതൽ ചെയ്യേണ്ട പ്രഥമമായ ശുശ്രൂഷ എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാന അർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കുർബാന അർപ്പണമാണ് ഏറ്റവും വലിയ പ്രാർത്ഥനയത്രേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർബാനയൊക്കെ അർപ്പിക്കുന്നത്. സഭ പഠിപ്പിക്കുന്നതാണ്. എന്തെന്നാൽ കുർബാന എന്ന് പറയുന്നത് കാൽവരിയിൽ ഈശോ രക്തം ചിന്തി അർപ്പിച്ച ബലിയിൽ നിന്നാണ് നമുക്ക് രക്ഷ ലഭിക്കുന്നത്, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് രക്ഷ ലഭിക്കുന്നത്. അപ്പോൾ പരിശുദ്ധ കുർബാന അർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് കേരളത്തിൽ സുപരിചിതമായ 3 റീത്തുകളുണ്ടല്ലോ.
സീറോ മലബാർ റീത്ത്, ലത്തീൻ റീത്ത്, സീറോ മലങ്കര റീത്ത്. ഈ 3 റീത്തുകളിലെ പരിശുദ്ധ കുർബാനകളിലും സ്നേഹമുള്ളവരെ മരിച്ചവരെ ഓർക്കുന്നുണ്ട്. പരേതരെ ഓർക്കാതെ ഒരു കുർബാനയും അവസാനിക്കുന്നില്ല. നോക്കിക്കുക, എത്ര വലിയ രഹസ്യമാണത്, എത്ര വലിയ രഹസ്യമാണ്. അപ്പം മരണം മൂലം ഇങ്ങനെ വേർപെട്ട പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി ചിലർക്കെങ്കിലും കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പൈസ ഇല്ല. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ കാസയും പീലാസയും ഒക്കെ വൈദികൻ ഉയർത്തുന്ന സമയത്ത് ആ കാസയിലും പീലാസയിലും നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വേർപെട്ട് പോയവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇതോടൊപ്പം തന്നെ ഇന്ന് ഈ നമ്മളുടെ ചുറ്റുവട്ടത്ത് വരുന്ന ഒരു ആചാരമാണ് ഗ്രിഗോറിയൻ കുർബാന. ഗ്രിഗോറിയൻ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുക. എന്താണ് ഗ്രിഗോറിയൻ കുർബാന? സ്നേഹമുള്ളവരെ, കത്തോലിക്ക തിരുസഭയിൽ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു പാപ്പയാണ് മഹാനായ വിശുദ്ധ ഗ്രിഗറി മാർപ്പാപ്പ. അദ്ദേഹം ഒരു സന്യാസ സഭയിൽ നിന്ന് മാർപ്പാപ്പയായി ഉയർത്തപ്പെട്ട വ്യക്തിയാണ്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ വസിച്ചിരുന്ന ജസ്റ്റസ് എന്ന് പറയുന്ന ഒരു സന്യാസി, ഈ ജസ്റ്റസ് എന്ന് പറയുന്ന സന്യാസി ഒരു വൈദ്യനായിരുന്നു. ഈ ജസ്റ്റസ് സന്യാസി എന്ത് ചെയ്തെന്നറിയുമോ? മരുന്നുകൾക്കിടയിൽ 3 സ്വർണ്ണ നാണയങ്ങൾ ഒളിപ്പിച്ചു വെച്ചു, അല്ലെങ്കിൽ മോഷ്ടിച്ച് അവിടെ ഒളിപ്പിച്ചു വെച്ചു. ഇനി ജസ്റ്റസ് മരണാസനായി കിടക്കണ സമയത്ത് തൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായ കോപ്പിയോസസ് എന്ന് പറയുന്ന ഒരു സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞു, എനിക്ക് വേണ്ടി നീ ഒന്ന് പ്രാർത്ഥിച്ചോളൂ. ഞാൻ ഇങ്ങനെ ഒരു കളവ് ചെയ്തിട്ടുണ്ട്. 3 സ്വർണ്ണ നാണയം മരുന്നുകളുടെ പൊതികൾക്കുള്ളിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് നിന്നോട് ഞാൻ തുറന്നു പറയുകയാണ്. ഉടനെ തന്നെ എന്ത് സംഭവിച്ചെന്ന് പറയും? കോപ്പിയോസോസ് ഈ കാര്യം ആശ്രമാധിപനോട് പറഞ്ഞു. ആശ്രമാധിപൻ അന്നത്തെ മാർപ്പാപ്പയോട് പറഞ്ഞു. അന്നൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണത്. മാർപ്പാപ്പ ഉടനെ തന്നെ ആശ്രമാധിപനോട് കൽപ്പിക്കുകയാണ്, ഇത് വലിയൊരു പാപമാണ്. ഈ കളവ് ഒരു സന്യാസത്തിലെ ഒരു സഹോദരൻ, ഒരു സന്യാസി ചെയ്യാൻ പാടുള്ളതല്ല. അതുകൊണ്ട് ഈ സന്യാസി മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മൃതദേഹം സെമിത്തേരിയിൽ അടക്കം ചെയ്യരുത്, തെമ്മാടിക്കുഴിയിൽ കൊണ്ടുപോയി അടക്കം ചെയ്യണമത്രേ. ഈ വിളംബരം കേട്ട് വല്ലാത്ത ദുഃഖത്തിലായി ജസ്റ്റസ് കേട്ട് മരിക്കുന്നതിന് മുൻപേ അതിനുവേണ്ടി അനുദപിച്ച് പ്രാർത്ഥിച്ചു, മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ ആ മരണക്കിടക്കയിൽ കിടന്ന് അയാൾ അങ്ങനെ നിത്യതയിലേക്ക് മരണപ്പെട്ടു കഴിഞ്ഞു. മരണത്തിന് ശേഷം ഈ മാർപ്പാപ്പ എങ്ങനെ ചിന്തിച്ചു? ദൈവമേ, ഇങ്ങനെ ഒരു പാപം ചെയ്ത, അങ്ങനെ ഒരു കളവ് ചെയ്ത ജസ്റ്റസിൻ്റെ ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്തിലാണോ? ആണെന്നുണ്ടെങ്കിൽ ആ ആത്മാവിനെ കരയേറ്റേണ്ടത് എൻ്റെ കൂടെ കടമയല്ലേ? ഉടനെ മാർപ്പാപ്പ പറയുകയാണ്, ആശ്രമത്തിലുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ തുടർച്ചയായി കുർബാന അർപ്പിച്ച് ജസ്റ്റസ് സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ അവരെല്ലാവരും തുടർച്ചയായി കുർബാന അർപ്പിച്ചു. 30 ദിവസം കുർബാന അർപ്പണം കഴിഞ്ഞപ്പോൾ 34ാം ദിവസം ജസ്റ്റസ് കോർപ്പിയോസോസിന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, 30 ദിവസം നിങ്ങൾ എനിക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചില്ലേ? ഇനി 31ാം ദിവസമായി എൻ്റെ ആത്മാവ് ശുദ്ധീകരണത്തിന് വിടുതൽ ലഭിച്ചു. ഇതാ ഞാൻ സ്വർഗത്തിലേക്ക് പോകും, നന്ദി എന്ന്. അങ്ങനെയാണ് ഈ ഒരു പാരമ്പര്യം വന്നത്. സ്നേഹമുള്ളവരെ, ഗ്രിഗോറിയൻ കുർബാന 30 ദിവസത്തെ കുർബാന അത് ഏൽപ്പിക്കണമെങ്കിൽ കുറച്ച് പണച്ചെലവുണ്ട്. ഇനി പണമുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് സാധാരണ അർപ്പിക്കാറുള്ളത് കത്തോലിക്ക തിരുസഭയിലെ സന്യാസ വൈദികരാണ്. എന്തെന്നാൽ ഇടവക വൈദികർക്ക് എന്നും പല നിയോഗങ്ങളുണ്ട്, അവരിത് ഏറ്റെടുക്കാറില്ല. അപ്പം 30 ദിവസത്തെ ഗ്രിഗോറിയൻ കുർബാന ഒരു ആത്മാവിന് വേണ്ടി ഒരു വൈദികൻ ചൊല്ലുന്നതാണ്. അത് 30 ദിവസം ആ വൈദികന് വേറെ നിയോഗങ്ങളൊന്നും എടുക്കാൻ സാധിക്കുകയില്ല. അപ്പം അന്നേ ദിവസം നിങ്ങൾ കുർബാന ഏൽപ്പിച്ച വ്യക്തികളാണെന്നെങ്കിൽ കുടുംബാംഗങ്ങളും 30 ദിവസം കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കണം. അപ്പോൾ അതാണ് ഗ്രിഗോറിയൻ കുർബാന എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, വിശുദ്ധ ജത്രൂദിന് ഈശോ ഒരിക്കൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. വിശുദ്ധ ജത്രൂദിന് ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ജത്രൂദ്, എനിക്ക് ശുദ്ധീകരണ സ്ഥലത്തിൽ എല്ലാ ആത്മാക്കളെയും രക്ഷിക്കണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷേ എന്തു ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ ചൊല്ലിത്തരുന്നൊരു പ്രാർത്ഥന നീ എല്ലാവരും പഠിപ്പിച്ച് ചൊല്ലണമെന്ന് പറയാണ്. അപ്പോൾ ജത്രൂദിന് ചൊല്ലിയ പ്രാർത്ഥനയും പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഒരു പ്രാർത്ഥനയുണ്ട്, വിശുദ്ധ ബെർണാഡിന് നൽകിയ ഈശോയുടെ തിരുത്തോളിലെ മുറിവിൻ്റെ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ജത്രൂദിന് നൽകിയ പ്രാർത്ഥന പ്രകാരമാണ്. ഒന്ന് എഴുതിയെടുക്കാനായിട്ട് പരിശ്രമിക്കുന്ന നല്ലതാ. നിത്യപിതാവേ, അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ ഏക കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയും ലോകം മുഴുവനുമുള്ള എല്ലാ പാപികൾക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിലും തലമുറകളിലുമുള്ളവർക്ക് വേണ്ടിയും ഞാൻ കാഴ്ചവെക്കുന്നു. ഇതിനുശേഷം സ്വർഗസ്ഥനായ പിതാവ്
നന്മ നിറഞ്ഞ മറിയമും ഒരു ത്രിത്വസ് ചൊല്ലി കാഴ്ചവെക്കാനായിട്ട് പരിശ്രമിക്കുക. അപ്പോൾ രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് എന്നതാ, വിശുദ്ധ ജത്രൂദിന് നൽകിയ പ്രാർത്ഥനയും വിശുദ്ധ ബെർണാഡിന് ഈശോ പറഞ്ഞു കൊടുത്ത പ്രാർത്ഥനയും. മൂന്നാമതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ സുപരിചിതമായൊരു കാര്യമാണ് ഫാത്തിമായിലെ മാതാവ് കുഞ്ഞുമക്കൾക്ക് നൽകിയ പ്രാർത്ഥനയുണ്ടല്ലോ. നമ്മൾ ജപമാല ചൊല്ലുമ്പോഴോ അല്ലെങ്കിൽ മുൻപോടിയായിട്ടൊക്കെ ചൊല്ലാറുള്ള പ്രാർത്ഥനയാണ്. ഓ എൻ്റെ ഈശോയെ, എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ഈ ഒരു പ്രാർത്ഥന മൂന്നാമത്തെ കാര്യം. നാലാമത്തത്, സ്നേഹമുള്ള ദൈവമക്കളെ, വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ ദൈവം വെളിപ്പെടുത്തിയ കരുണയുടെ ജപമാല. ഒത്തിരി ബലമുള്ളതാണ് പ്രാർത്ഥനയാണത്. ഈശോ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. നാലാമതാണ്. ഇനി അഞ്ചാമതായിട്ട് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറഞ്ഞതുപോലെ, സ്നേഹമുള്ളവരെ, മരിച്ചുപോയവർക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ച് കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുക. ഉപവസിച്ച് കണ്ണീരൊഴുക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആറാമതായിട്ട് പറയുന്നത് പ്രകാരമാണ് വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞതുപോലെ പരിഹാര പരിത്യാഗ പ്രവൃത്തികൾ ചെയ്ത് പ്രാർത്ഥിക്കുക. നമ്മൾ കുടുംബത്തിൽ നിന്ന് വേർപെട്ടു പോയവർക്ക് വേണ്ടി പരിഹാരം ചെയ്യുക, പരിത്യാഗം ചെയ്യുക. അതുകൊണ്ടാണ് നമുക്കറിയാമല്ലോ, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചില കുടുംബങ്ങളിൽ 41 ദിവസം നോമ്പ് നോക്കും, 1 വർഷം നോമ്പ് നോക്കും. അപ്പോൾ അതിനൊക്കെ ഒത്തിരി അർത്ഥമുണ്ട്. അങ്ങനെ നോമ്പ് നോറ്റ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി മുട്ടുകുത്തി നിന്ന് കൈകൾ വിരിച്ചു പിടിച്ചൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. പരിഹാര പ്രാർത്ഥനകൾ ഒത്തിരി ഇഫക്റ്റീവാണ്, ഫലപ്രദമാണെന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട്. ഏഴാമതായിട്ട് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. സ്നേഹമുള്ളവർ, ഇന്ന് മുതൽ നമ്മുടെ കുടുംബങ്ങളിൽ, എല്ലാ കുടുംബങ്ങളിലും ജപമാല ചൊല്ലുന്നവരാണല്ലോ നമ്മൾ. അഞ്ചാമത്തെ രഹസ്യം, ശുദ്ധീകരണ സ്ഥലത്തിന് ആത്മാക്കൾക്ക് കൊണ്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാലോ, അതൊരു പാഠമാകട്ടെ. അഞ്ചാമത്തെ രഹസ്യം, നമ്മുടെ കുടുംബത്തിൽ നിന്നും തലമുറയിൽ നിന്നും വേർപെട്ട് പോയ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പരിശ്രമിക്കുക എല്ലാ ദിവസവും. ഇനി എട്ടാമതായിട്ട് പറയുന്നത് പ്രകാരമാണ് കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുക. കുരിശിൻ്റെ വഴി പ്രാർത്ഥനകൾ ചൊല്ലി പ്രാർത്ഥിക്കുക. നമുക്ക് സമയം കിട്ടുമ്പോൾ വീട്ടിലായിരിക്കുമ്പോൾ കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഒൻപതാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സഭാ പാരമ്പര്യത്തിലുള്ളതാണ്. ഈശോ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചില്ലേ? ഉദിതനായ ക്രിസ്തു 40 ദിനരാത്രങ്ങൾ തൻ്റെ ശിഷ്യരോടൊപ്പം ഉണ്ടായിരുന്നു. 40 സ്വർഗസ്ഥനായ പിതാവ് എന്ന ജപം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ചൊല്ലി പ്രാർത്ഥിക്കുക. പത്താമതായിട്ട്, ജീവിച്ചിരുന്നപ്പോൾ അവർ നമ്മെ ഉപദ്രവിച്ചിട്ടുണ്ട്, നമ്മളെ കുറ്റം പറഞ്ഞിട്ടുണ്ട്, നമ്മളെ പഴിചാരിട്ടുണ്ട്, നമുക്കത് പൊറുക്കാൻ സാധിക്കുന്നുണ്ട്, നമ്മളെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ജീവിച്ചിരുന്നപ്പോൾ അവർ നമ്മെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉപദ്രവങ്ങൾ നമുക്ക് ഇതുവരെ ക്ഷമിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ജീവിക്കുന്നവരായ നമ്മൾ അവരാൽ അവരെ ഏൽപ്പിച്ച മുറിവുകൾ അവരോട് ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പാ, ഞാനത് ക്ഷമിച്ചു, സഹോദരി, നീ എന്നോട് ചെയ്ത അപരാധം ഞാൻ പൊറുത്തു, നിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. 11ാമതായിട്ട്, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കായുള്ള നൊവേനയിൽ ഉത്തനിയും, നിങ്ങൾക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കാൻ കിട്ടും, അവ ചൊല്ലി പ്രാർത്ഥിക്കുക. 12ാമതായിട്ട്, നമുക്കറിയാം ചിലവർ യഥാർത്ഥമായ മാനസാന്തരമില്ലാതെ മരിച്ചുപോയവരുണ്ട്, അല്ലെങ്കിൽ കുമ്പസാരിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അവരുടെ പാപങ്ങൾ ഒരുപക്ഷെ നമുക്കറിയാം, ഏതൊക്കെ പാപങ്ങളാണ് അവർ ആവർത്തിച്ച് ചെയ്യാറുള്ളത് എന്നുള്ളത് കുടുംബത്തിലെ ചിലർക്കെങ്കിലും അറിയാം. ആ പാപങ്ങൾ ഓർത്ത് അവർക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. അതാണ് 12ാമത്. 13ാമതായിട്ട് നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് ഒപ്പീസ് ഏൽപ്പിക്കാറുണ്ട്, അല്ലേ? കുഴിക്കിൽ പോയി ഒപ്പീസൊക്കെ ചെല്ലാറുണ്ട്. ഒപ്പീസ് ഏൽപ്പിച്ചാൽ പോരാ, ഒപ്പീസിൽ പങ്കെടുക്കണം. പലരും പള്ളിയിൽ ഒപ്പീസിനുള്ള പണം കൊടുക്കും, ഒപ്പീസിൽ പങ്കെടുക്കില്ല. അപ്പോൾ കുടുംബത്തിൽ നിന്ന് ഒരാളെങ്കിലും ആ ഒപ്പീസിന് പങ്കെടുക്കണം. ഒപ്പീസിന് ശേഷം കുഴിമാടത്തു നിന്ന് ഓടിപ്പോകാതെ മരിച്ചു വിശ്വാസികളുടെ ആത്മാവുകൾ തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുമിടയാകട്ടെ എന്നുള്ള പ്രാർത്ഥന 5 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കുക. ഇതും സഭയുടെ പാരമ്പര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി 14ാമതായിട്ട്, അവസാനമായിട്ട് സഭയുടെ പാരമ്പര്യം പഠിപ്പിക്കുന്ന പ്രകാരമാണ് ദണ്ഡവിമോചന പ്രാർത്ഥനകൾ. ദണ്ഡവിമോചന പ്രാർത്ഥനകൾ ശ്രദ്ധിച്ച് കേട്ടോണേ. ദണ്ഡവിമോചനം ലഭിക്കാനായിട്ട്, പൂർണ്ണമായ ദണ്ഡവിമോചനം ലഭിക്കാൻ, ജീവിച്ചിരിക്കുന്നവരാവട്ടെ മരിച്ചു പോയവരാവട്ടെ, 4 കാര്യങ്ങളാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നവർ ചെയ്യേണ്ടത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കുമ്പസാരിച്ച് നന്നായിട്ട് ഒരുങ്ങണം. രണ്ടാമതായിട്ട് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത്, മുഴുവൻ കുർബാനയിൽ പങ്കെടുത്ത് പരിശുദ്ധ കുർബാന സ്വീകരിക്കണം. മൂന്നാമതായിട്ട് വിശുദ്ധിയിലായി ദൈവത്തോട് ഐക്യപ്പെടണം. 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് മാർപ്പാപ്പയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച് സ്വർഗസ്ഥനായ പിതാവ് നന്മ നിറഞ്ഞ പറയാൻ ത്രിത്വത്തിൽ കാഴ്ചവെക്കണം. ഈ 4 കാര്യങ്ങൾ ഓർത്തിരിക്കുക.
ഇനി ഇതോടൊപ്പം നമുക്ക് അനുദിനം നമ്മുടെ കുടുംബങ്ങളിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മുടെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് ദണ്ഡവിമോചനം ലഭിക്കുന്നതായിട്ടുള്ള പ്രാർത്ഥനകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭക്തിപൂർവ്വം അരമണിക്കൂർ വിശുദ്ധ ഗ്രന്ഥ പാരായണം. ഞാൻ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അരമണിക്കൂർ ബൈബിൾ വായിക്കുക. ഇനി അരമണിക്കൂർ ദിവ്യകാരുണ്യത്തിന് മുമ്പിലിരുന്ന് ആരാധിക്കുക. സാധിക്കുന്നവർ പള്ളിയിലൊക്കെ പോയിട്ട് സക്രാരുടെ മുമ്പിലിരുന്ന് അരമണിക്കൂർ ആരാധിക്കുക. ഇനി കുരിശിൻ്റെ വഴി പ്രാർത്ഥനകൾ ചൊല്ലി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഭക്തിപൂർവ്വം കുടുംബങ്ങളിൽ എല്ലാ അംഗങ്ങളും ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ഇനി 3 ദിവസത്തിൽ കുറയാതെയുള്ള ധ്യാനങ്ങളിൽ പങ്കെടുക്കുക. ഇനി അവസാനമായിട്ട് പറയുന്നത്, മാർപ്പാപ്പയുടെ ആശീർവാദം സ്വന്തമാക്കുക. ടി വിയിലും റേഡിയോയിലൊക്കെ മാർപ്പാപ്പ ആശീർവദിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ കരങ്ങൾ കൂപ്പി ദണ്ഡവിമോചനത്തിന് വേണ്ടി സമർപ്പിച്ച് അത് ആശീർവാദം സ്വന്തമാക്കുക. ഇനി അടുത്തതായിട്ട് പറയുന്നത് പ്രകാരമാണ്, മാർപ്പാപ്പ കൽപ്പിക്കപ്പെട്ട ദിവസങ്ങളുണ്ട്, അതുപോലെ തന്നെ മാസങ്ങളുണ്ട്, വർഷങ്ങളുണ്ട്. ഈ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ ഭക്തിപൂർവ്വം ഒരുങ്ങി അത് ആചരിക്കുക. ഇത്രയും കാര്യങ്ങൾ സ്നേഹമുള്ള ദൈവമക്കളെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. ഈ കാര്യങ്ങളെല്ലാവരും മനസ്സിൽ പതിഞ്ഞിരിക്കട്ടെ. ഇത് എഴുതിയെടുത്തവർ ഇത് പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുക. ഒരു കാര്യം ഉറപ്പാണ് സ്നേഹമുള്ള ദൈവമക്കളെ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ ഇത്രയൊക്കെ സാധിക്കുകയുള്ളൂ. ഇനി നിങ്ങളേതെങ്കിലും കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് വെച്ച്, അച്ഛൻ പറഞ്ഞത് കൂടെ അതും കൂടെ ചേർത്ത് വെച്ച് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് കഴിയണം. സാധിക്കുന്നവരെല്ലാവരും നമുക്കൊന്ന് മുട്ടുമേലായിരിക്കാം. തുടർന്ന് ഈ കാര്യങ്ങൾ കേട്ട കാര്യങ്ങളൊക്കെ മനനം ചെയ്ത് നമുക്കൊന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ഏറ്റവും വലിയ നൊമ്പരമെന്ന് പറയുന്നത് ഒരുക്കമില്ലാതെ മരിച്ചവരെ കുറിച്ചാണ്. പെട്ടെന്ന് മരിച്ചുപോയുള്ള ഈശോയെ, അല്ലെങ്കിൽ എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ സഹോദരൻ, സഹോദരി, എൻ്റെ കൂടപ്പിറപ്പ്, എൻ്റെ ജീവിത പങ്കാളി ഈശോയെ ഒന്ന് ഒരുക്കി അവരെ യാത്രയാക്കാൻ സാധിച്ചില്ല. അപ്പം അവരെക്കുറിച്ച് ഓർത്തൊക്കെ ഇങ്ങനെ കണ്ണീരൊഴുക്കുന്നവരുണ്ട്. പല കുടുംബങ്ങളിലും ഇങ്ങനെ കുറേ നാളായി കിടക്കുന്നവരുണ്ട്, കിടപ്പ് രോഗികളുണ്ട്. അപ്പം അവരൊക്കെ രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. രോഗികളെ ശുശ്രൂഷിക്കുന്നവർ, നമുക്കറിയാം ദുർഗന്ധം, പ്രത്യേകിച്ച് ഈ മറവി രോഗമൊക്കെ ബാധിച്ചവരെ ശുശ്രൂഷിക്കാൻ എന്നാ ബുദ്ധിമുട്ടാണെന്ന് അറിയുമോ? സ്നേഹമുള്ളവരെ, നിങ്ങൾ മടുപ്പ് തോന്നാതെ അവരെ ശുശ്രൂഷിക്കണം, അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള എല്ലാ ആത്മാക്കളെയും നമ്മൾ സമർപ്പിച്ച് ഈ നിമിഷം നമ്മളൊന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്നേഹമുള്ള ദൈവമക്കൾ, ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോവുക. പലപ്പോഴും നമ്മുടെ ദുഃഖം, നമ്മുടെ കണ്ണീര്, നമ്മുടെ നൊമ്പരം, നമ്മുടെ വേദനയൊക്കെ ഈശോയ്ക്കൊന്ന് സമർപ്പിച്ച് നോക്കിക്കേ. ഒരു നിമിഷം എല്ലാവരും മരണം മൂലം വേർപെട്ട് പോയവരൊന്ന് ഓർത്ത് ഒന്നെടുത്തേ. അച്ഛൻ പറഞ്ഞതുപോലെ അനുതാപമില്ലാതെ മരിച്ചവർ, നമ്മളെ വേദനിപ്പിച്ചവർ, അവരോടൊക്കെ ക്ഷമിച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചേൻ. പലരുടെ ഹൃദയത്തിലുള്ള കണ്ണീരും നമ്മുടെ നൊമ്പരങ്ങളും ഒക്കെ ഈശോയ്ക്ക് സമർപ്പിച്ച്, ഈശോ നമ്മളോട് ഈ നിമിഷം ചോദിക്കുന്നുണ്ട്, മകനെ, മകളെ, നീ എന്തിനാണ് മരണപ്പെട്ടു പോയവരെ കുറിച്ച് ഓർത്ത് കരയണേ? എന്തിനാ നീ കരയണേ? ഞാനില്ല നിന്റെ കൂടെ, ഞാനല്ല നിന്റെ രക്ഷക്കാരുള്ളൂ. നീ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലേക്ക് എത്തിക്കുവാൻ കഴിവുള്ളവനാണ് ദൈവമെന്ന് ഈശോ നമ്മോട് പറയുക. നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഒന്ന് കരങ്ങൾ കൂപ്പി കർത്താവിൻ്റെ ആ ഒരു വാഗ്ദാനത്തിൽ വിശ്വസിച്ച് ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ? കരയുന്നതെന്തിനൻ മകനേ, കരയുന്നതെന്തിനൻ മകളേ, കരയുന്നതെന്തിനൻ മകനേ, കരയുന്നതെന്തിനൻ മകളേ, ജീവിത കുരിശിൻ ചുവട്ടിൽ നിൽക്കുവാൻ നിനക്കിതാ കുഞ്ഞേ എന്നമ്മ. ഈശോ ഈശോ എന്തൊരു സ്നേഹമെന്നീശോ, ഈശോ ഈശോ എന്തൊരു സ്നേഹമെന്നീശോ, എന്തൊരു സ്നേഹമെന്നീശോ. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടിയിട്ടാണ് കർത്താവ് കുരിശിൽ മരിച്ചത്. സ്നേഹമുള്ളവരെ, നമ്മളിപ്പോൾ കേട്ട ഗാനത്തിന്റെ ഇരടികൾ ഒരിക്കൽ കൂടി നമ്മളിപ്പോൾ പാടും. അതേ ഇരടികൾ കർത്താവ് കുരിശിൽ നിന്ന് നമുക്ക് ദാനമായി നൽകിയ 2 സമ്പാദ്യങ്ങളാണ്. ഒന്ന് പരിശുദ്ധ അമ്മ, 2 തൻ്റെ
തിരിച്ചോര, താനാകുന്ന വിശുദ്ധ കുർബാന. ഇതായി കുർബാന എഴുന്നള്ളി ശേഷം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മ അതിൻ്റെ കാൽ ചുവട്ടിലുണ്ട്. ഇത് കുരിശാണെന്ന് സങ്കല്പിക്കുക. ഈ കുരിശിൻ്റെ കാൽ ചുവട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, മരണം മൂലം വേർപെട്ടു പോയവർക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മയുണ്ട്. പരിശുദ്ധ അമ്മയുടെ കണ്ണീരിനോട് ചേർത്ത് വെച്ച് ഈശോ പരിശുദ്ധ അമ്മയോടുകൂടെ വിലപിക്കണ്ട. അമ്മേ, നിന്റെ മക്കളെ, ഈ കാണുന്ന ദൈവജനത്തെ, ശുദ്ധീകരണ സ്ഥലത്തിൽ വിലപിക്കുന്ന ഓരോ മകനെയും മകളെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഞാൻ കരുണയുള്ള ഹൃദയവുമായിതാ ഈ ദിവ്യകാരുണ്യത്തെ നുറ്റുനോക്കുന്നു എന്ന് പറയുന്ന ഈശോയുടെ ആ മൊഴികൾ ഒരിക്കൽ കൂടി നമുക്ക് ശ്രമിച്ച് പ്രാർത്ഥിക്കാം. കരയുന്നതെന്തിനൻ മകനേ, കരയുന്നതെന്തിനൻ മകളേ, കരയുന്നതെന്തിനൻ മകനേ, കരയുന്നതെന്തിനൻ മകളേ. ജീവിത കുരിശിൻ ചുവട്ടിൽ നിൽക്കുവാൻ നിനക്കിതാ കുഞ്ഞേ എന്നമ്മ. ഈശോ ഈശോ എന്തൊരു സ്നേഹമെന്നീശോ, ഈശോ ഈശോ എന്തൊരു സ്നേഹമെന്നീശോ, എന്തൊരു സ്നേഹമെന്നീശോ. ആശുപത്രിയിൽ, അഗതി മന്ദിരങ്ങളിൽ കിടക്കുന്ന കിടപ്പ് രോഗികളെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ക്യാൻസർ രോഗികളെ, മറ്റെല്ലാ രോഗികളെയും കർത്താവിൻ്റെ കരുണയ്ക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. കർത്താവെ, അവർ ശുശ്രൂഷിക്കുന്നവരെ, ഡോക്ടർമാരെ, നേഴ്സുമാരെയൊക്കെ സമർപ്പിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുക. കർത്താവ്, ജീവിതത്തിൽ ഞങ്ങൾ പലപ്പോഴും തകർന്നു പോകുന്നുണ്ട്. ചിലപ്പോഴേക്ക് ഈ സഹനത്തിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഈശോയെ, കർത്താവ്, അങ്ങ് കാൽവരിയിൽ മരിച്ചത്, മുറിയപ്പെട്ടത്, കൊല്ലപ്പെട്ടത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ. അപ്പോഴൊക്കെ നീ മൗനമായി ഞങ്ങളോട് പറയുന്നുണ്ട്, നീ എന്തിനാണ് തകരുന്നത്? നീ തകരരുത്, നീ തളരരുത്. ഇതാ നിനക്ക് വേണ്ടി മുറിയപ്പെട്ട ഒരു ശരീരം, നിനക്ക് ദിവ്യകാരുണമായി ഞാൻ നിന്റെ മുൻപിലുണ്ട്. സ്നേഹമുള്ള മകനെ, മകളെ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന നിമിഷം അഭിഷേകത്തിന്റെ അഗ്നികൾ, അഭിഷേകത്തിന്റെ പൊൻകിരണം ഈ നിമിഷം നമ്മുടെ കുടുംബങ്ങളിലേക്ക് ചൊരിയപ്പെടുന്നുണ്ട്. ഞാൻ അനുഭവിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ കരങ്ങൾ കൂപ്പി ഭക്തിയോടെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഏത് നിയോഗങ്ങളിലേക്കും കർത്താവ് ഈ നിമിഷം കടന്നു വരുന്നുണ്ട്. പരിശുദ്ധ അമ്മയോടൊപ്പം ദിവ്യകാരുണ്യമായി തിരുവിലാവിൽ നൽകിയ തിരുരക്തമായി ഈശോ ഈ നിമിഷം നമ്മളെ കഴുകി വിശുദ്ധീകരിക്കുവാൻ, നമ്മുടെ കുടുംബങ്ങളെ കഴുകി വിശുദ്ധീകരിക്കുവാൻ, വ്യക്തിപരമായ ജീവിതങ്ങളെ കഴുകി വിശുദ്ധീകരിക്കുവാനായിട്ട് കർത്താവ് കടന്നു വരുന്നുണ്ട്. ആ ഒരു വിശ്വാസത്തോടെ നമുക്ക് കർത്താവിന്റെ സ്വരം ശ്രവിക്കാം. കരങ്ങൾ കൂപ്പി കർത്താവിന്റെ സ്വരത്തിനായി ഈ നിമിഷം കാതോർക്കാം. തകരരുതേ എൻ മകനേ, തളരരുതേ എൻ മകളേ, തകരരുതേ എൻ മകനേ, തളരരുതേ എൻ മകളേ. എൻ മാംസരക്തങ്ങളാൽ നിന്നെ ഞാൻ കുഞ്ഞേ വീണ്ടെടുത്തെന്റെ സ്വന്തമാക്കി. ഈശോ ഈശോ എന്തൊരു സ്നേഹമെന്നീശോ, ഈശോ ഈശോ എന്തൊരു സ്നേഹമെന്നീശോ, എന്തൊരു സ്നേഹമെന്നീശോ. കരങ്ങൾ കൂപ്പാം ദൈവമക്കളെ, നമുക്കെല്ലാവർക്കും കരങ്ങൾ കൂപ്പാം. സ്നേഹമുള്ള മകനെ, മകളെ, കർത്താവിന് നമ്മോട് സ്നേഹമാണെന്നേ. കർത്താവാടെയും നാശം ആഗ്രഹിക്കുന്നില്ല. നാശം ആഗ്രഹിക്കുന്ന നരകം നമുക്ക് വേണ്ടി വിധിക്കുന്നത് കർത്താവല്ല, അത് പിശാചിന്റെ പ്രവൃത്തിയാണ്.
എന്നെ ശ്രവിക്കുന്ന സ്നേഹമുള്ള ദൈവമക്കളെ, നമുക്ക് ഈ നിമിഷം കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചൊല്ലി പ്രാർത്ഥിച്ചൊരു വലിയ പ്രാർത്ഥനയുണ്ടല്ലോ. 2 പ്രാർത്ഥന നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. വിശുദ്ധ ബെർണാഡിന് ഈശോ വെളിപ്പെടുത്തി കൊടുത്ത പ്രാർത്ഥനയുണ്ട്. ഈശോ കുരിശ് ചുമന്നുകൊണ്ട് പോയപ്പോൾ തിരുത്തോളിൽ ആഴമേറിയൊരു മുറിവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് തൻ്റെ ചുമല് ഈശോ ബെർണാഡിന് കാണിച്ചു കൊടുത്തു. ആ ബെർണാഡിന് കാണിച്ചു കൊടുത്തിട്ട് ആ ചുമലിലെ മുറിവിൻ്റെ ആഴം നോക്കിയിട്ട് ബെർണാഡ് കരഞ്ഞു. ഇപ്പോൾ പറയുകയാണ്, നിന്റെ വിലാപം ആ കണ്ണുനീരായിട്ട് ഈ പ്രാർത്ഥനയോട് സമർപ്പിക്കുക, ശുദ്ധീകരണത്തിൽ ആത്മാക്കൾക്ക് വേണ്ടി സമർപ്പിക്കുക എന്ന്. അതുപോലെ തന്നെ ജത്രൂദിനെ പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയുണ്ട്. ആ ഒരു പ്രാർത്ഥന വിശ്വാസത്തോടെ ചൊല്ലുമ്പോൾ 1000 ആത്മാക്കളെങ്കിലും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിന്ന് കേട്ട 14 കാര്യങ്ങൾ അവ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി കൂടെ ഈ നിമിഷം നമ്മൾ അഭിഷേകത്തിന് വേണ്ടി സ്നേഹമുള്ള മകനെ മകളെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് നമ്മളെ സ്പർശിക്കും. ശുദ്ധീകരണ സ്ഥലത്തിലൂടെ നൊമ്പരം അനുഭവിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് ചെയ്യുവാനുള്ള നമ്മുടെ പ്രാർത്ഥനകളാണ് നമ്മൾ പഠിക്കുകയുണ്ടായി. ഈ ബോധ്യം മനസ്സിൽ, ഈ ബോധ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്, ഈ ബോധ്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവരും സാധിക്കുന്നവർ കരങ്ങൾ കൂപ്പുക, മുട്ടുകുത്തി നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ കുടുംബത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാ ആത്മാക്കളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ഈശോയെ, സ്നേഹനിധിയായ ഈശോയെ, ക്ഷമാശീലനായ ദൈവത്തിന്റെ കുഞ്ഞാടേ, ക്ഷമാശീലനായ ദൈവത്തിന്റെ കുഞ്ഞാടേ, ഭാരമേറിയ കുരിശുമൂലം കീറി മുറിയപ്പെട്ട അവിടുത്തെ തിരുത്തോളിലെ ഏറ്റവും പവിത്രമായ തിരുമുറിവിനെ ഞാൻ വന്ദിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ഏറ്റവും ദുഃഖിതനായ യേശുവേ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. എന്റെ മാരകവും ആഴമേറിയതുമായ പാപങ്ങളെ കണക്കിലെടുക്കാതെ എന്നോടും ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളോടും കരുണയായിരിക്കണമേ. അവിടുത്തെ ഭാരമേറിയ വിശുദ്ധ കുരിശിനെയും തിരുമുറിവുകളെയും ഞാൻ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും അവിടുത്തോട് നന്ദി പറയുകയും ചെയ്യുന്നു. അങ്ങേ തിരുക്കുരിശിന്റെ വഴിയിലൂടെ എന്നെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ആമേൻ. നമ്മൾ വിശുദ്ധ ജത്രൂദിന് നൽകിയ പ്രാർത്ഥന ഈ നിമിഷം ചൊല്ലി പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടു കൂടി നമുക്ക് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ ഏക കർത്താവുമായ യേശുക്രിസ്തുവിന്റെ തിരുരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്കു വേണ്ടിയോ ലോകം മുഴുവനിലുമുള്ള എല്ലാ പാപികൾക്കു വേണ്ടിയോ എന്റെ കുടുംബത്തിലും തലമുറകളിലുമുള്ള എല്ലാവർക്കും വേണ്ടിയോ ഞാൻ കാഴ്ചയർപ്പിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. 10 പിയൂസ് പാപ്പ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഈ നിമിഷം ഏറ്റുചൊല്ലാം. നിത്യപിതാവേ, അവിടുന്ന് എനിക്ക് നൽകുന്ന മരണത്തെയും അതിന്റെ എല്ലാ വേദനകളെയും സഹനങ്ങളെയും സന്തോഷവും
സന്തോഷവും സമർപ്പിതവുമായ ഹൃദയത്തോടെ ഇന്നു മുതൽ ഞാൻ സ്വീകരിക്കുന്നു. നമുക്ക് ഇരുകരങ്ങളും സ്വർഗ്ഗത്തിലേക്ക് കർത്താവിനെ സ്തുതിച്ച് നമ്മൾ ഒരിക്കൽ കൂടി ആരാധിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുനാമത്തിന്റെ ശക്തി നിറയട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ആരാധന ആരാധന ആരാധന. ആശുപത്രികളിൽ രോഗികളായി കഴിയുന്നവരെ നമുക്ക് തമ്പുരാന്റെ കരങ്ങളിൽ അർപ്പിക്കാം. രോഗികളെ ശുശ്രൂഷിക്കുന്നവരെ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. മാറാ രോഗങ്ങളാൽ കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ മരണം ആഗ്രഹിച്ചു കഴിയുന്നവർ, ഈ സഹനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാത്തവരെയൊക്കെ സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അപകട മരണപ്പെട്ടവരെ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആത്മഹത്യ മൂലം ജീവൻ വെടിഞ്ഞവരെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദുർമരണം നടന്ന കുടുംബങ്ങളെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അപ്പനെ, എൻ്റെ അമ്മയെ, എൻ്റെ ജീവിത പങ്കാളിയെ, അവരെ ഒന്ന് ശുശ്രൂഷിക്കാതെ അവരെ നീ എടുത്തല്ലോ യേശുവേ എന്ന് പരാതിയുള്ളവരെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ കണ്ണീരോടെ കഴിയുന്ന, ഒരുപക്ഷെ വലിയ വിഷാദ രോഗത്തിന് അടിമപ്പെട്ട് ആരോടും സംസാരിക്കാതെ ഒറ്റപ്പെട്ട തുരുത്തുകളായി ദുഃഖത്തിൽ കഴിയുന്ന എല്ലാവരെയും ആശ്വസിപ്പിക്കണമേ എന്ന് ഈ നിമിഷം പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. സ്നേഹമുള്ള ഈശോയെ, ജീവൻ നൽകുന്നവനെ, നീ തന്നെയാണല്ലോ ജീവൻ എടുക്കുന്നത്. ജീവൻ എടുക്കുന്നത് ഒരിക്കലും നീ നശിപ്പിക്കുവാനല്ല, നീ സ്വന്തമാക്കുവാനാണെന്ന സത്യം ഈശോയെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഒരുപാട് പേർ മരണപ്പെട്ടു പോയിട്ടുണ്ടല്ലോ. ചിലപ്പോഴേക്ക് അവരുടെ ദുഃഖം ഞങ്ങളെ വല്ലാതെ വേട്ടയാടുന്നു. ചിലപ്പോഴേക്ക് അവർക്ക് രക്ഷയുണ്ടെന്ന ചിന്ത ഞങ്ങളെ വല്ലാതെ വേട്ടയാടുന്നു. ഈശോയെ, ആ ചിന്തകളൊക്കെ ഈശോയെ നിനക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞാനും ഞങ്ങളെല്ലാവരും, ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാവരും ഈശോയെ നിന്നെ പുൽകേണ്ടവരാണ്, ഈ ലോകം വിട്ട് നിന്നിലേക്ക് യാത്ര ചെയ്യേണ്ടവരാണ് എന്നുള്ള വലിയ സത്യം ഞങ്ങൾക്ക് നൽകണമേ. ഒരാൾ മരിക്കുന്നത് ഈശോയെ ഈ ഭൂമിയിൽ നിന്നേ പോകുന്നുള്ളൂ. ഈ മരണവും നിത്യജീവിതവും ശുദ്ധീകരണ സ്ഥലവുമെല്ലാം ഒരു ചങ്ങലയുടെ കൂട്ടിച്ചേർക്കപ്പെട്ട കണ്ണികളാണെന്ന് വലിയ സത്യം ഈശോയെ ഞങ്ങളെ ഇന്ന് പഠിപ്പിക്കണമേ. ഞങ്ങൾ ഹൃദയം ഭാരപ്പെടുമ്പോൾ കർത്താവേ, നിന്റെ കുരിശിലേക്ക് നോക്കുവാൻ, മുനാണുകളിൽ നീ തൂങ്ങപ്പെട്ട രൂപത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുവാൻ, നിന്റെ കാൽ വരുന്നെനിക്ക് തിരുരക്തത്തോട് ചേർത്ത് വെച്ച് ഞങ്ങളുടെ നൊമ്പരങ്ങൾ സമർപ്പിക്കാനുള്ള കൃപ നൽകണമേ. കർത്താവ്, ഈ നിമിഷം ഒരുക്കമില്ലാതെ മരിച്ചവർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. നവംബർ മാസം തമ്പുരാനെ ഞങ്ങൾ പ്രാർത്ഥനയുടെ സന്നിധിയിലേക്ക് എത്തുമാറാകട്ടെ. അതുപോലെ തന്നെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഭ്രൂണഹത്യ മുഖേന കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള നൊമ്പരം പേര് നടക്കുന്ന അപ്പനെ, അമ്മയെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തെറ്റുപറ്റിപ്പോയി പൊറുക്കണമേ എന്ന് കണ്ണീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കണ്ണീരിന് വിലയുണ്ട് ഈശോയെ, ഞങ്ങൾ തിരിച്ചറിയുന്നു. എൻ്റെ കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടെന്ന് പറഞ്ഞ വചനം ഞങ്ങൾ ഈ നിമിഷം ഓർക്കുകയാണ്. സ്നേഹമുള്ള മകനെ, മകൾ, വലിയ അഭിഷേകം ദിവികാട് ഈ നിമിഷം ഒഴുകുന്നുണ്ട്. പലരും വലിയ നൊമ്പരത്താലാണ്. എൻ്റെ കുടുംബത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ഈശോയെ, ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. പലപ്പോഴും അവർക്ക് വേണ്ടി ഒരു ഒപ്പീസ് പോലും ഏൽപ്പിച്ച്, പക്ഷെ പള്ളിയിൽ പോയി അതിനകത്ത് പങ്കെടുക്കാൻ സാധിച്ചില്ല. ഒരു മുഴുവൻ കുർബാനയിൽ പോലും ഭക്തിയോടെ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ എൻ്റെ കയ്യിൽ പണമില്ല ഈശോയെ. എനിക്ക് അവർക്ക് വേണ്ടി 30 കുർബാനയൊക്കെ അർപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഈശോയെ എൻ്റെ കയ്യിൽ പണമില്ല. കർത്താവെ, അങ്ങനെയുള്ളവരുടെ നൊമ്പരങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ അപ്പനോ അമ്മയോ കൂടപ്പുറപ്പം മരിച്ചിട്ട് വിദൂരത്തായിരുന്നു, ഒന്ന് വരാൻ പോലും കഴിഞ്ഞില്ല, ഒന്ന് മരിച്ചടക്കിന് പോലും പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. നൊമ്പരത്തിൽ കഴിയുന്നവരെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തട്ടെ. പ്രത്യേകിച്ച് കൊറോണ കാലഘട്ടത്തിലൊക്കെ മരണപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് വേണ്ടി, വലിയ ഓക്കി സംഭവിച്ച ദുരിതങ്ങളിൽപ്പെട്ട് മരണപ്പെട്ടവർക്ക് വേണ്ടി, ഭൂമികുലുക്കവും ഒക്കെ അങ്ങനെ പ്രകൃതിക്ഷോഭങ്ങളിൽപ്പെട്ട് മരണപ്പെട്ടവർക്ക് വേണ്ടി, മരിച്ചുപോയ വ്യക്തികളുടെ ആ മൃതശരീരം പോലും കണ്ടെത്താതെ കഴിയുന്നവരുടെ ആ നൊമ്പരം ഇപ്പോഴും വല്ലാത്ത തീക്കനൽ പോലെ വലിയ ഭാരമായി മനസ്സിൽ കൊണ്ടു നടക്കുന്നവരുടെ ദുഃഖം യേശുനാമത്തിൽ ഈ നിമിഷം കർത്താവ് എടുത്തു മാറ്റട്ടെ. അവരുടെയൊക്കെ സമർപ്പിച്ച്, വേദനകളൊക്കെ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ, അങ്ങയുടെ വലിയ കരുണയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങളോട് നീ പറയുന്നുള്ള കരയുന്നത് എന്തിന് മകളെ മകളെ എന്നുള്ള ആ വാക്ക്, അങ്ങയുടെ ആശ്വാസം, കുരിശിൽ നിന്നുള്ള അങ്ങയുടെ ആശ്വാസം ഈ നിമിഷം ഓരോ മകനിലേക്കും മകളിലേക്കും നീ അയക്കണമേ. അങ്ങ് ദാനമായി നൽകിയ പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥം ഓരോ മകനിലേക്കും മകളിലേക്ക് ഈ നിമിഷം നീ അയക്കണമേ. കരങ്ങൾ കൂപ്പി കർത്താവിൻ്റെ വലിയ ആ അഭിഷേക സ്വരം ശ്രവിച്ച് നമുക്ക് ദിവികാരനാഥന്റെ ആശീർവാദത്തിനായി നമുക്ക് ഒരുങ്ങാം. മുട്ടുകൾ കുത്തി കരങ്ങൾ കൂപ്പി, മുട്ടുകൾ മടക്കി കരങ്ങൾ കൂപ്പി കർത്താവിൻ്റെ കുരിശിലെ സ്വരം ഒരിക്കൽ കൂടി
കർത്താവ് മിണ്ടാതെ നമ്മളോട് പറഞ്ഞ, പിതാവ് എങ്ങളുടെ കരങ്ങളിൽ ആത്മാവിനെ ഞാൻ സമർപ്പിച്ച് നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ രോദനങ്ങൾക്ക്, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ ബോധ്യത്തോടു കൂടി നമുക്ക് കരങ്ങൾ കൂപ്പി കർത്താവിൻ്റെ ആ സ്വരം ഗാനരൂപത്തിൽ ഒരിക്കൽ കൂടെ ശ്രവിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. കരയുന്നത് എന്തിന് എൻ മകനെ, കരയുന്നതെന്തിനൻ മകനെ, കരയുന്നതെന്തിനൻ മകളെ, കരയുന്നതെന്തിനൻ മകനേ, കരയുന്നതെന്തിനൻ മകളേ, കരയുന്നതെന്തിനൻ മകനെ, കരയുന്നതെന്തിനൻ മകളെ, കരയുന്നതെന്തിനൻ മകനേ, കരയുന്നതെന്തിനൻ മകളേ, കരയുന്നതെന്തിനൻ മകനെ, കരയുന്നതെന്തിനൻ മകളെ.